നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ജോബിൻസ് ആൻ്റണി നിർമ്മിച്ച, GM മനു സംവിധാനം ചെയ്ത, അജേഷ് ആൻ്റണി തിരക്കഥ എഴുതിയ ദ പ്രൊട്ടക്ടർ എന്ന 2025 പുതിയ മലയാളം സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പ്രൊട്ടക്ടർ എന്ന പേരിൽ 2019 2023 പല സിനിമകൾ വിവിധ ഭാഷകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത് പ്രൊട്ടക്ടർ എന്ന മലയാള സിനിമയെക്കുറിച്ച് എന്ന് എടുത്തു പറയാനുണ്ടായ കാരണം അതാണ്. പ്രൊട്ടക്ടർ ആരാണ്? പ്രൊട്ടക്ടർ എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇതൊന്നും വ്യക്തമല്ല. വെറുതെ ഒരു പേരിന് വേണ്ടിയുള്ള പേര്, എന്നാൽ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് സിനിമയിലേക്ക് വന്നാൽ, ഈ സിനിമയിൽ അഭിനയിക്കുന്നത് സത്യ എന്ന കഥാപാത്രത്തെ, സർക്കിൾ ഇൻസ്പെക്ടർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. മനക്കൽ തറവാട്ടിലെ അംഗങ്ങളായി ബോബൻ ആലുമൂടനാണ് ഈ സിനിമയിൽ അവിടുത്തെ ഇപ്പോഴത്തെ അവകാശിയായിട്ടുള്ള. അയാളുടെ ഭാര്യയെ അവതരിപ്പിക്കുന്നത് ദേവീചന്ദ്രയാണ് ഭാര്യയായിട്ട് വരുന്നത്. ഡയാന എന്ന പുതുമുഖ നായിക നടിയാണ് ഈ ടീം ഇവിടെ അവതരിപ്പിക്കുന്നത്. മണിക്കുട്ടനുണ്ട്. മണിക്കുട്ടൻ ഒരു ചെറിയ കള്ളൻ്റെയൊക്കെ രീതിയിലൊക്കെയാണ് പോണത്. ഏതായാലും മനക്കൽ തറവാട്ടിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് പ്രവചിക്കുന്നത് സിദ്ധവേഷത്തിലിരിക്കുന്ന സുധീർ കരമനയാണ് പ്രവചിക്കുന്നത്. അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിനിരിക്കുന്ന സമയത്താണ് ബോബൻ ആലുമൂടൻ്റെയും ദേവീചന്ദനയുടെയും അവരവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ആരോ കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻകുട്ടി ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടിയെ വൈദ്യനച്ഛൻ എന്നു പേരുള്ള ശിവജി ഗുരുവായൂരിൻ്റെ വൈദ്യർ എടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക് സ്ഥലം മാറി വരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഷൈൻ ടോം ചാക്കോയുടെ സർക്കിൾ ഇൻസ്പെക്ടർ ആ നാട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹം വന്നു കേസുകളൊക്കെ, ഒരുമാതിരിപ്പെട്ട കേസുകളൊക്കെ അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടിയിൽ, ഒരു ബസ്സിൽ എപ്പോഴും പോക്കറ്റടി നടക്കുന്നുണ്ട്. മിക്ക സമയങ്ങളിലും പോക്കറ്റടിച്ച ആളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം സത്യ വന്നിട്ടാണ് ഇത് പോക്കറ്റടിച്ചത് ഈ വണ്ടിയിലെ കണ്ടക്ടർ തന്നെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തായിരിക്കും ഈ ഉൽപ്പന്നത്തിൻ്റെ ശക്തിക്ക് കാരണം ഇത് ലേഹ്യമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അരച്ചെടുത്ത് ചൂടാക്കി തണുപ്പിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. മറ്റ് രീതിയിലാണ് ഈ സംഗതികളെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ കുറച്ച് പ്രോസസ്സ് ചെയ്തെടുക്കാൻ, ദഹിക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇത് രസായനമായത് കാരണം കൊണ്ട് ഈ സംഗതി വളരെ, ഈ നെല്ലിക്കയായാലും കുറുന്തോട്ടിയുടെ അംശമായാലും എല്ലാത്തിൻ്റെ എലമെൻസാണ് എടുക്കുന്നത്. കിഴാർ നെല്ലി ആയാലും കുങ്കുമപ്പൂവിൻ്റെ എലമെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്യാൻസർ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ഒന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മി നമ്മുടെ തലച്ചോറിന് പവർ നൽകുന്ന, നമ്മൾ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ നൽകുന്ന മഹത്തായ ഉൽപ്പന്നമാണ് കവചപ്രാശം. ഗർഭനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്നുള്ള കാര്യം നിസ്തർക്കമായിട്ട് തെളിയിക്കപ്പെട്ടു. ഡയാനെ അവതരിപ്പിക്കുന്ന ആവണിയുടെ പുറകെ നടന്ന് അവളെ ശല്യം ചെയ്യുന്ന ഒരുവനുണ്ട്. അവരെയൊക്കെ ഇയാൾ ഇടിച്ച് നിലം പരിശാക്കുന്നുണ്ട്. എന്നാലും ഈ വീട്ടിലെ ദുരൂഹത ഒഴിയുന്നില്ല. ഈ മനക്കൽ തറവാട്ടിലെ ദുരൂഹത ഒഴിയുന്നില്ല. അവിടെ വീണ്ടും കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് വന്ന ഒരാളും അവിടെ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഈ സിദ്ധൻ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സസ്പെൻസ് ത്രില്ലറിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ത്രില്ലറായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്.
സജി സോമനും ഒക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂട്ടാളികളെല്ലാം ചേർന്ന് ഇതിൻ്റെ ചുരുളഴിക്കാനായിട്ട് ഈ സത്യ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അലംഭാവം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തമായ ഒരു അന്വേഷണം നടത്തുകയാണ്. ഇതിൽ ഇവരുടെ 4 പേരിൽ ഒരാൾ SI സെലക്ഷനൊക്കെ കിട്ടിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ത്രില്ല് കൂടുമല്ലോ. അങ്ങനെ അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് ചില സഹായങ്ങളൊക്കെ മണിക്കുട്ടൻ്റെ കള്ളൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവസാനമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മണിക്കുട്ടനെ ഓടിപ്പോയ ആ ചെറുക്കൻ തന്നെയാണ് ഈ മണിക്കുട്ടൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കൊല നടത്തിയത് ആരാണ്, കൊല നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. നമ്മളോട് പറയുന്നത് ഈ കൊല നടത്തിയത് സർക്കിൾ ഇൻസ്പെക്ടർ സത്യയാണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി വ്യക്തമല്ല. അവിടെ സിദ്ധൻ കൊല്ലപ്പെടുന്നുണ്ട്, ഡയാനയും കൊല്ലപ്പെടുന്നുണ്ട്. ആരാണ് സിദ്ധനെ കൊന്നത്, ആരാണ് ഡയാനയെ കൊന്നത്, ഇതൊന്നും വ്യക്തമല്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഈ തറവാട്ടുകാർക്ക് നോക്കാനായിട്ട് പാരമ്പര്യമായിട്ട് അവർക്ക് കുറേ രത്നങ്ങൾ കിട്ടിയിരുന്നു. ആ രത്നങ്ങൾ അവർ സൂക്ഷിച്ചു വരികയാണ്. അവകാശിക്ക് കൈമാറണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിക്കുന്നുണ്ട്. രാജാവിൻ്റെ കാലത്തൊക്കെ നടന്ന ഇത്തരം സംഗതികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു എഫക്റ്റീവ് കൊടുക്കാനായിട്ട് തിരക്കഥാകൃത്തിനോ സംവിധായകനോ സാധിക്കുന്നില്ല. സംവിധായകനോ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ത്രില്ലർ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവസാന നിമിഷം തലകുത്തി വീഴുകയാണ് ചെയ്യുന്നത്. അവസാന നിമിഷം എന്തൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നത് ഭംഗിയല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് ആസ്വാദ്യകരമായിട്ട് അനുഭവപ്പെടില്ല. കാരണം അവർ അവസാനം ഈ സിനിമ കണ്ടിറങ്ങുന്ന നിമിഷങ്ങളാണത്. അവിടെ അവർക്ക് ഒന്നും കിട്ടാനില്ല. അവരെ ഇളിഭ്യന്മാരാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രൊട്ടക്ടർ എന്ന ഈ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു വെട്ടിക്കൂട്ട് സിനിമയാണ് എന്നാണ് തോന്നുന്നത്. ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ. പക്ഷേ ഈ GM മനുവിൽ കഴിവുകളൊക്കെ ഉണ്ട്. GM മനുവിൻ്റെ കഴിവൊന്നും നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം അത് ഈ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ക്രിയേഷന് കഴിയുന്നുണ്ട്. സീക്വൻസ് തമ്മിൽ യോജിപ്പിക്കുന്നതിന് കഴിയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയേണ്ടി വരികയാണ്. അതായത് അപ്പം നന്നായി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നന്നാവണം. അവിടെ ഇവിടെ നന്നായിട്ട് കാര്യമില്ല. ഈ സിദ്ധൻ ആരാണ്, സിദ്ധൻ എന്തിനാണ് ഇവിടെ വന്നത്, ഈ കൊല ചെയ്യപ്പെടാനായിട്ട് മനക്കൽ തറവാട്ടിൻ്റെ അകത്തേക്ക് വന്നത് എന്തിനാണ് ഡയാനയെ വകവരുത്തുന്നത്, ആരാണ് ഡയാനയെ വകവരുത്തുന്നത്? ഇയാളാണെന്ന് പറയുന്നുണ്ട്, സത്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തിന് എന്നുള്ള ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം പ്രേക്ഷകർക്ക് കൊടുക്കുവാനായിട്ട് സൃഷ്ടാക്കൾക്ക് കഴിഞ്ഞില്ല, നിർമ്മാതാവിന് കഴിഞ്ഞില്ല. നിർമ്മാതാവ് അല്ലല്ലോ സിനിമ സൃഷ്ടിക്കുന്നയാൾ സിനിമ എന്ന് പറയുന്ന കലാരൂപത്തെ സൃഷ്ടിക്കുന്നയാൾ അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഛായാഗ്രഹണം ചെയ്യുന്നയാൾ എഡിറ്ററും ഒക്കെ ചേർന്നാണ്. 2ാം സ്ഥാനമാണ് നടികടന്മാർക്കും ഉള്ളൂ. അവർ ഈ കഥയ്ക്കനുസരിച്ചുള്ള സംവിധായകനും തിരക്കഥാകൃത്തും പറഞ്ഞു കൊടുക്കുന്നതിന് അനുപൂരകമായിട്ട് അവർ ഓരോന്ന് പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സിനിമ എന്താണ് പറയേണ്ടത്? എല്ലാ സിനിമയും ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇത് പറയുക എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ്.